ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളെല്ലാവരും ക്രിസ്മസിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ക്രിസ്മസിനായിട്ട് ഒരുങ്ങാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തുകൊണ്ടാണ് ക്രിസ്തു പുൽത്തൊഴുത്തിൽ വന്ന് ജനിച്ചത് എന്നുള്ളതിന് ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. ഈശോയുടെ എളിമയാണ്, ദൈവം ഏറ്റവും എളിയവനായിട്ട് വന്ന് മനുഷ്യരുടെ ഇടയിൽ വസിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് പറയുന്ന ഒരു കാര്യം ഇതാണ്. ഇങ്ങനെ ആട്ടിടയന്മാരായിട്ടുള്ള കുട്ടികൾ ഈ അമ്മമാരുടെ അടുത്ത് ചോദിച്ചത്, എന്തുകൊണ്ടാണ് ഇത്രയും വലിയ രാജാവ് ഈ പുൽത്തൊഴുത്തിൽ വന്ന് ജനിച്ചത്? അപ്പൊ ഈ അമ്മമാര് കുട്ടികളോട് പറഞ്ഞു എന്നാണ് പറയുന്നത്, വലിയ കൊട്ടാരത്തിലൊക്കെ ആണെങ്കിൽ ഒരു പക്ഷെ അവിടെ ചെന്ന് അവനെ കാണാൻ മാത്രം നമുക്ക് സാധിക്കുകയില്ലായിരുന്നു. കാരണം എന്താണ്, നമ്മൾ തീരെ താഴെക്കടയിലുള്ളവരാണ്. അപ്പൊ നമുക്ക് കൊട്ടാരത്തിലേക്കൊന്നും കയറി ചെല്ലാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ ഈശോ ജനിച്ച ഒരു പുൽത്തൊഴുത്തിലാണ്. അവിടേക്ക് ആർക്ക് വേണമെങ്കിലും കയറി ചെല്ലാം എന്ന് പറഞ്ഞാൽ ഈശോ തന്നെ താഴ്ത്തിക്കൊണ്ട് ഏറ്റവും എളിയവനായപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആയി എന്നുള്ളതാണ്. ഇന്നത്തെ നമ്മൾ ക്രിസ്മസിനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. ഞാൻ ഏറ്റവും എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരേണ്ടത് എന്തിനാണ്? മറ്റുള്ളവർക്ക് അവൈലബിൾ ആകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇങ്ങനെ ഒരു ചൊല്ല് കേട്ടിട്ടുണ്ടായിരിക്കും, എബിലിറ്റി വിത്തൗട്ട് അവൈലബിലിറ്റി ഈസ് ലൈബിലിറ്റി എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ കുറെ കഴിവുണ്ട്, പക്ഷെ ഞാൻ അവൈലബിൾ അല്ല. അപ്പൊ അതൊരു ലൈബിലിറ്റിയാണ്, ഒരു ബാധ്യതയാണെന്ന് പറയുകയാണ്. ഈശോ എല്ലാവർക്കും അവൈലബിൾ ആകാൻ വേണ്ടിയിട്ട് ഏറ്റവും എളിയവനായിട്ട് എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വന്നു. ഇതേപോലെ ഈശോയെ അനുകരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വന്നു എല്ലാവർക്കും അവൈലബിൾ ആകാനായിട്ടുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.